India Glitz presents Thalapathy Vijay's greatest of all time movie celebrity show. Title sponsor Chick Strong and Back Shampoo, Mr. Gold Oils, powered by Anuj Styles, GT Holidays, Vivo V40 mobile phone மற்றும் ജയചന്ദ്രൻ ഗോൾഡൻ ഡയമണ്ട്. പടം സൂപ്പറാണ്. മൊത്തം ഫാൻസ് വരെ വിജയ് ഫാൻസ് ആണ്. ഞങ്ങളോട് തന്നെ ചോദിക്കണം പടം എങ്ങനെ ഉണ്ടെന്ന്. പടം അടിപൊളിയായിട്ട്. പടം നല്ല പടം. ഓക്കെ ഗുഡ് ഗുഡ് സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി വന്നാണ്. Always line. വേറെ മാറി ബ്രോ. ബോക്സ് ഓഫീസ് തൂക്കിയടി. സൂപ്പർ. അടിപൊളി. അടിപൊളിയായിരുന്നു. ഗംഭീരം ഗംഭീരം. അടിപൊളി പടം. അടിപൊളി. വിജയ് ഇപ്പൊ ഒന്നും പറയാൻ നമുക്ക് കഥ പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ അത് സസ്പെൻസ് പോകും. പിന്നെ അത് എന്ത് നിങ്ങൾ പടത്തെ നേരിട്ട് കാണുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു മാസ് എന്റർടൈനർ ആണ്. വിജയ് പടമാണ് രക്ഷകൻ. വിജയ് പടം അത് പ്രതീക്ഷിച്ച് വന്നാൽ മതി. ഇപ്പൊ ആൾക്കാർ ചില ആൾക്കാർ പറയും അയ്യേ വിജയ് പടം രക്ഷകൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിജയ് പടം എന്താ പറഞ്ഞാൽ വിജയ് പടം പറഞ്ഞാൽ വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. വിജയ് പടമാണ് രക്ഷകൻ. അതാണ് എടുത്തിരിച്ചിരിക്കണം. അങ്ങനെ വേറെ നല്ല നല്ല ഉഗ്രഹം പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ചിയറിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ അടിപൊളി പടം. അടിപൊളിയായിരുന്നു. നായകനെക്കാളും ഉള്ള വില്ലനെ സ്കോർ ചെയ്ത പടത്തില് നായകനെക്കാൾ സാധാരണ വിജയ് പടത്തില് നായകനാണ് മെയിൻ ആയിട്ട് നിൽക്കാറുള്ളൂ. വില്ലന് വലിയ റോൾ ഉണ്ടാവാറില്ല. ഇവിടെ തിരിച്ചാ ഇവിടെ വില്ലനാണ് കത്തിക്കയറിയത്. വലിയ ബോറായിട്ടൊന്നുമില്ല. നമ്മള് നേരത്തെ കുറെ ട്രോൾ ചെയ്തായിരുന്നു. പല ഇറങ്ങുകളും ഭയങ്കര ട്രോൾ ഉണ്ടായിരുന്നു. ട്രോൾ ചെയ്യാൻ മാത്രമൊന്നുമില്ല. പടം അടിപൊളി അടിപൊളി അടിപൊളി. മൂവി വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ആവറേജ്. പ്രത്യേകിച്ച് ഒരു വൗ ഫാക്ടർ ഒന്നും തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് CSK ധോണിയൊക്കെ കാണിക്കുമ്പോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നില്ല. ഒരു സ്ഥിരം ടെംപ്ലേറ്റ് തന്നെയാണ്. സാധാരണ വിജയുടെ പടങ്ങൾക്ക് കണ്ടുവരുന്ന അതേ ടെംപ്ലേറ്റ് തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ മ്യൂസിക് ആയാലും അത്ര അങ്ങോട്ട് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. AI ടെക്നോളജി അത്ര ഒത്തില്ല. കാരണം അത് ട്രെയിലർ കണ്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. സെയിം ഒപ്പീനിയൻ തന്നെയായിരുന്നു. എന്നാലും അതിന്റെ ഒരു പെർഫെക്ഷൻ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ട് ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വിജയ് ആൾറെഡി ഒരു യങ് ആണ്. യങ്ങായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തപ്പോൾ ഒരു എന്തോ ഒരു വല്ലാതെ തോന്നി. എന്തായാലും 2 പടം കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ എടുക്കായിരുന്നു. അങ്ങനെയാണ്. പക്ഷേ വിജയ് ഫാനാണ് പറയുന്നത്. വിജയ് വേഴ്സസ് വിജയ് അത് കണ്ടിരിക്കാൻ കുറച്ച് രസമുണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഓൾഡർ വിജയ് തന്നെ പറ്റും. യങ്ങർ വിജയ് മുടിയില്ലേ എക്സ്പ്രഷൻ ഞാൻ ഫസ്റ്റ് ആയിട്ട് വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് പടമാണ്. അപ്പോൾ തിയേറ്ററിൽ ഒന്ന് എൻജോയ് ചെയ്ത് വിജയ് ഫാൻസ് കാണാൻ പറ്റും. അത്ര തന്നെ. ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് അത്യാവശ്യം നന്നായി കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് സ്റ്റേഡിയം അതൊക്കെ. സോ തല ഫാൻസിന് ഒന്ന് എൻജോയ് ചെയ്യാനുണ്ട്. തല വിജയ് ഫാൻസ് അല്ലാതെ എനിക്ക് പേഴ്സണലി വർക്കൗട്ടായില്ല. ഒട്ടുമില്ല കേട്ടോ. ഡി-ഏജിങ് ചില സീൻസ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ചില സീൻസ് അട്ടർ ബോറായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. ചില സീൻസ് ഓക്കെ ആയിരുന്നു. റിപ്പീറ്റ് ആയിട്ട് വാച്ചബിളല്ലോ. പക്ഷെ കൊള്ളാം, നല്ല പടമാണ്. പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും സിനിമ തുടക്കമൊക്കെ. ഫസ്റ്റ് ഒക്കെ ലാഗാണെങ്കിൽ നമുക്ക് ചില സീൻ എത്തുമ്പോ ആരാണ് ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ധോണിയുടെ കൊള്ളാം. ധോണിയുടെ സീനൊക്കെ അവസാനത്തെ സീൻ കാണേണ്ടതാണ്. ഒരു വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഒരു വൺ ടൈം വാച്ച് ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എല്ലാം കൂടെ മിക്സ്ഡ് ഐറ്റം. പിന്നെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുദേവ, വിജയ്, അങ്ങനെ കുറേ പഴയകാല നടന്മാരും പിന്നെ സ്നേഹ, പിന്നെ ഒരു ഐറ്റം ഡാൻസിൽ ദൃശ്യം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു രസമായിട്ടുള്ള കാര്യമാണ്. അല്ല മറ്റുള്ള പടങ്ങളിൽ പഴയ വിജയ് പടങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള പടങ്ങളിൽ ടോട്ടലി ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ഒന്നും ഇല്ല. ആസ് യൂഷ്വൽ വിജയ് ഫിലിം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറേ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു ക്യാമിയോ റോളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കണ്ടിരിക്കാം. അതെനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ ഡി-ഏജ്ഡ് എന്ന് പറയും. ഡി-ഏജ്ഡ് എന്ന് വെച്ചാൽ നമ്മളെ ഹോളിവുഡിലൊക്കെ ചെയ്ത അവഞ്ചേഴ്സും ജുറാസിക് പാർക്ക് ചെയ്ത സെയിം ടീം തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട് വിജയുടെ ഒപ്പം. അപ്പോൾ നമുക്കൊരു ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഡി-ഏജ്ഡ് ആവുന്ന വലിയ ഫീൽ ചെയ്യത്തില്ല. എന്നാൽ ഒരു 70-80% സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിലൊക്കെ. പിന്നെ മ്യൂസിക്കാണ് എനിക്ക് പടത്തിൽ ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത്. ബിലോ ആവറേജ് മ്യൂസിക്കായിട്ട് പോയി. കാരണം അത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് BGM ഓവറായിട്ട് തോന്നി. പിന്നെ പാട്ടുകൾ വെരി ബാഡ്, ഡിസാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റും. അനിരുദ്ധിൻ്റെ ഒക്കെ വില ഇപ്പോഴാണ് അതിൽ മനസ്സിലാകുന്നത്. യുവശങ്കർ രാജ മോശമെന്നല്ല ഞാൻ പറഞ്ഞ്. പക്ഷേ ഈ ഫിലിമിൽ വിജയ്ക്ക് കൊടുക്കേണ്ട ഒരു എനർജി ആ മ്യൂസിക് നമുക്ക് നിരാശപ്പെടുത്തുന്നതാണ്.
അതായത് ഗോട്ട് പടം എനിക്കൊരു വൺ ടൈം വാച്ചുള്ള മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കൊടുത്ത ഹൈപ്പല്ല, പടം വന്നപ്പോ ഭയങ്കര ഹൈപ്പിൽ ഇറങ്ങിയ പടം. വിജയുടെ ലാസ്റ്റ് പടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മല മറിക്കുമെന്ന് പറഞ്ഞ് വന്ന പടം. പക്ഷെ ആ ഒരു ക്വാളിറ്റി ഈ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്താണ്. പിന്നെ പടത്തില് BGM ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. BGM ഒക്കെ കിട്ടില്ല തന്നെ. പിന്നെ പടത്തില് 3 പാട്ടുകളുണ്ട്. 3 പാട്ടുകൾ അനാവശ്യമായിട്ട് കുത്തി കയറ്റിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒരു സെന്റി തീം വന്നു, അടുത്ത് ഒരു അടിച്ചുപൊളി പാട്ട്. അത് കുറച്ച് ഓവറായിട്ട് തോന്നി. അതായത് ഒരു വൺ ടൈം വാച്ച് മൂവിയായിട്ട് തോന്നി. പിന്നെ ഈ വിജയുടെ പെർഫോമൻസ് ഒക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്, കിടിലം തന്നെയാണ്. പിന്നെ പുള്ളിയുടെ DAGing ചെയ്തത് അത് എന്തോ ഒരു അപാകത തോന്നി. കാരണം എന്തോ ഒരു ഇത് മൊത്തമൊക്കെ തോന്നിയിരുന്നു. വേറെ ഒന്നും പറയില്ല, ഒരു വൺ ടൈം വാച്ച് മൂവി അത്രയും പറഞ്ഞു. പടം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു തമിഴ് ഫിലിം, എന്താണ് എന്റർടൈനിങ് സിനിമ ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വിജയ് ഫാൻ എന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു മൂവിയാണ് ഗോട്ട്. കാരണം ഗോട്ടിൽ ഓരോ സോങ് ഇറങ്ങിയപ്പോഴും ട്രെയിലർ ഇറങ്ങിയപ്പോഴും പ്രീ റിലീസ് ഹൈപ്പ് വളരെ കുറവായിരുന്നു, ആൾക്കാർക്ക് പ്രതീക്ഷയില്ല. പക്ഷെ അതിന് മേലേക്ക് നിൽക്കുന്ന എന്തെങ്കിലും സിനിമയിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് ഷോ കയറിയത്. പക്ഷെ ആ ട്രെയിലറും ഇതും കണ്ട് ആൾക്കാർക്കുണ്ടായ അതുപോലെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ഇമ്പാക്ട്ഫുൾ സീനുകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ വളരെ ഡെഡായിട്ട് തോന്നി. കാരണം ആ സിനിമ എലിവേറ്റ് ചെയ്യാത്ത പോലെ. പിന്നെ 3 മണിക്കൂർ ദൈർഘ്യം സിനിമയ്ക്ക് വളരെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ റെഫറൻസുകളുണ്ട്, ഗസ്റ്റ് റോളുകളുണ്ട്, അതായത് ഗസ്റ്റ് അപ്പിയറൻസുകളുണ്ട്, അങ്ങനെയുള്ള ട്വിസ്റ്റുകളുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ ഭയങ്കര ഫ്ലാറ്റ് ആയി പോയതുകൊണ്ട് തന്നെ അതിൽ സ്ക്രീനിൽ പ്രതീക്ഷിത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. പക്ഷേ ഇനിയിപ്പം വിജയ് 1-2 മൂവി അല്ലെങ്കിൽ അറിയില്ല എത്ര എണ്ണം ചെയ്യുന്നു, അത് ചെയ്യുമെങ്കിൽ വിജയ് ഫാൻ എന്ന രീതിയിൽ ഒരു എന്റർടൈനർ എന്ന രീതിയിൽ വിജയ് കാണുന്ന രീതിയിൽ വിജയ് സ്ക്രിപ്റ്റ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുള്ളി പകുതിയാണ് മൈൻഡ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് മൂവിയും വന്നിരിക്കുന്നത്. ഒരു ഹാഫ് ഒരു ഫീല് തരുന്ന, ഒരു മിക്സഡ് ഫീലിംഗ് തരുന്ന രീതിയിലാണ് പടം പോയിരിക്കുന്നത്. പിന്നെ സോങ്സ് BGM ആണ് പടത്തെ ഏറ്റവും ലെറ്റ് ഡൗൺ ആക്കിയത്. യുവൻ ശങ്കർ രാജ തീർത്തും നിരാശപ്പെടുത്തി. നമ്മൾ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പയർ ചെയ്യല്ല, കാരണം ആ ലെവലിലേക്കുള്ള ഇപ്പൊ അനിരുദ്ധ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ സാം CS ആണെങ്കിലും ഒരുപാട് GVP ആണെങ്കിലും ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് പല രീതിയിലുള്ള വെറൈറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരം സിനിമകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു BGM അല്ലെങ്കിൽ ഇപ്പൊ ബീസ്റ്റ് മൂവിയിൽ ആണെങ്കിൽ തന്നെ ആ 3 പാട്ടുകളെങ്കിലും നമുക്ക് അതിനെ എടുത്തു പറയാവുന്ന രീതിയിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിലെ പാട്ടുകൾ തീരെ ക്യാച്ച് അല്ല എന്ന് മാത്രമല്ല, ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം തന്നെ നമുക്ക് വളരെ ഇമോഷണൽ ആയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാർട്ടി മൂഡിലേക്കുള്ള സോങ്. അപ്പൊ കംപ്ലീറ്റ്ലി എനിക്കൊരു തോന്നുന്നു ഒരു തട്ടിക്കൂട്ട് മസാല മൂവി പോലെയാണ്. വിജയ് ഫാൻസിന് വിജയ് 2-3 ഗെറ്റപ്പിൽ കണ്ടിരിക്കാമെന്നല്ലാതെ ഒരു 5-ൽ ഒരു 2 or 2.5 മേലേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത മൂവിയാണ് ഗോട്ട്. കുഴപ്പമില്ല. ഒരു മാസ് മസാല എന്റർടൈനർ പ്രതീക്ഷ വരുവാണെങ്കിൽ നല്ല അവർക്ക് സംതൃപ്തിപ്പെടുന്ന പടമാണ്. ഇത് വിജയരാധനെ എന്തുകൊണ്ടും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു പടമാണ്. 3 മണിക്കൂറുണ്ടെങ്കിലും ഒരുപാട് ലാഗായിട്ട് തോന്നത്തില്ല. പിന്നെ ഈ DAG ടെക്നോളജി അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു. അത് ഞാൻ ഓവറാവുന്ന വിചാരിച്ചത്. ചില പോർഷൻസിൽ ഓവറായിട്ടുണ്ട്, പക്ഷെ എന്നാലും അത്ര വലിയ കുഴപ്പമില്ല. പിന്നെ വിജയുടെ പെർഫോമൻസ് ആണെങ്കിൽ അത്യാവശ്യം നൈസായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡബിൾ വിജയാണ്, അത് ട്രെയിലർ അതായിട്ടാണ്. ഇപ്പോൾ 2 വിജയുടെ പെർഫോമൻസ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ സ്നേഹയാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ യുവൻ ശങ്കറുടെ മ്യൂസിക് ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ഒത്തിരി ഇതായിട്ട് തോന്നില്ല. BGM പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. ഈ വിജയുടെ റീസെന്റ് പടങ്ങളൊക്കെ അനിരുദ്ധ് ചെയ്യുന്നുണ്ട്. ആ ഒരു അനിരുദ്ധിന്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു മ്യൂസിക് കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ കുറച്ച് തിരക്കഥയാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അധികം എന്താ ലാഗ് അടിക്കത്തില്ല. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇടയ്ക്കൊക്കെ ലാഗ് തോന്നി, എന്നാലും ഒരുപാട് ലാഗ് തോന്നിയില്ല. കാരണം ഞാൻ ഈ മാസ് മസാല പടം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 1-2 ക്യാമിയോ ഒക്കെ ഉണ്ട്. ക്യാമിയോ നൈസ്, ക്ലൈമാക്സിൽ ക്യാമിയോ ഉണ്ട്. അത് ഒട്ടും ഉദ്ദേശിച്ചില്ല. അതുപോലെ സ്പോയിലർ ആവുന്നതിന് മുമ്പ് പോയി കാണുവാണെങ്കിൽ നമുക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും. പിന്നെ അവസാനമൊക്കെ ആണെങ്കിൽ തന്നെ ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോൾ തന്നെ ഒരു ധോണി ഫാൻസ് അവർക്കും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഇതാണ് ഒരിക്കൽ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിജയപ്പെടുത്തുന്ന ആദ്യമായിട്ടാണ് അജിത്തിനെ ഇങ്ങനെ പൊക്കി പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരുപാടില്ല, എന്നാലും ഒരു ചെറിയൊരു സീനുണ്ട് അജിത് ഫാൻസിന് വേണ്ടി. അത് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നത്. അതും നല്ലൊരു ഇതാണ്. അപ്പോൾ ക്ലൈമാക്സ് എനിക്ക് കുറച്ച് ഒരു പോസിറ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് പടം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നിയത്. ഓവറോൾ വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം. അപ്പം നമ്മൾ എടുക്കുന്ന ഇപ്പം എൻ്റെ പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. ഇപ്പോൾ വേറെ ആൾക്ക് ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ വിജയ് ഇഷ്ടപ്പെടാത്ത ആൾക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എനിക്ക് വിജയ് ഫാൻ അല്ലെങ്കിൽ വിജയ് ഇഷ്ടമാണ്, വിജയുടെ പടങ്ങൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ മാസ് മസാല പടങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള എനിക്ക് വലിയ കുഴപ്പമില്ല. വിജയ് വരാത്തതാണെങ്കിൽ ഇഷ്ടപ്പെടും, മാസ് മസാല പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ന്യൂട്രൽ ഫാൻസ് വിജയ് ഇഷ്ടപ്പെടാത്ത അങ്ങനത്തെ ഒരു ടോപ്പിക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വെറൈറ്റി ഇല്ല, നോർമൽ വിജയ് പടം തന്നെ, അല്ലാതെ ഒരു വെറൈറ്റി ഒന്നും പറയാൻ പറ്റില്ല.
India Glitz presents Thalapathy Vijay's greatest of all time movie celebrity show. Title sponsor Chick Strong and Black Shampoo, Mr. Gold Oils, powered by Anuj Styles, GT Holidays, Vivo V40 mobile phone மற்றும் ஜெயச்சந்திரன் Gold and Diamond.